നല്ലവരായ എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 29-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. പ്രിയമുള്ളവരെ, പിടിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഈശോ കടന്നു പോകുക തന്നെ ചെയ്യുമായിരുന്നു. ക്രിസ്തുവിനെ പിടിച്ചു നിർത്തുന്നതും അവന് കയറി വന്ന് താമസിക്കാൻ വിധത്തിൽ ഇടമൊരുക്കുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഒന്ന് നിർബന്ധിച്ചാൽ കൂടെ താമസിക്കുവാൻ മാത്രം ഹൃദയവിശാലതയുള്ളവനാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിൻ്റെ മകനുണ്ടായിരിക്കേണ്ട എളിമയും ലാളിത്യവും നമ്മൾ നമ്മുടെ ജീവിതം വഴി സ്വായത്തമാക്കണം. ഞാൻ കയറാത്ത ഭവനങ്ങളില്ലേ? ഞാൻ ഒഴിച്ചിടുന്ന എൻ്റെ സഹോദരങ്ങളില്ലേ? നാം ഒഴിവാക്കുന്ന മിണ്ടാത്ത ഒത്തിരിയേറെ വ്യക്തികളില്ല നമുക്ക്. നാം ഒക്കെ അവരുടെയൊക്കെ ഭവനങ്ങളിലേക്ക്, അവരുടെയൊക്കെ ഇടങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ നാം ഒരു ക്രിസ്തുവായി മാറുകയാണ്. അപ്പോൾ സഹയാത്രികരായ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെ കൂടെ കൂട്ടിയപ്പോൾ അവർക്ക് ഉണ്ടായ ആനന്ദം പിന്നീട് അവരുടെ ഭാവി ജീവിതത്തിൽ ഒത്തിരിയേറെ സൗഭാഗ്യങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം ഒക്കെ ഈ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ നന്മകളും ഒരിക്കലും നശിച്ചു പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുന്നില്ല. മറിച്ച് അത് നമ്മുടെ നന്മയ്ക്കായിട്ട് പിന്നീട് അത് മാറുന്നുണ്ട്. അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.